എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ പോവുകയാണല്ലേ. കൊറോണ വിഭാഗത്തിൽപ്പെട്ട വൈറസിനെ ജൈവായുധമായി ഉപയോഗിക്കാമെന്ന ചൈനീസ് സൈന്യം ചർച്ച ചെയ്തിരുന്നുവെന്ന വെളിപ്പെടുത്തൽ. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ വൈറസിനെ ഉപയോഗിക്കാമെന്ന ചൈനീസ് ശാസ്ത്രജ്ഞരും ആരോഗ്യ വിദഗ്ധരും ഉദ്ദേശിച്ചുവെന്നും വീക്കെൻഡ് ഓസ്ട്രേലിയൻ പത്രം വെളിപ്പെടുത്തി. 5 വർഷം മുമ്പാണ് ഇക്കാര്യം ചർച്ചയായതെന്നും പത്രം വ്യക്തമാക്കുന്നു. സുരേഷ് വെള്ളിമുറ്റമാണ് ചേരുന്നത്. സുരേഷ്, എന്തായാലും പത്രം വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ പത്രത്തിൽ കൂടുതലായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? രഞ്ജിനി, ഒരുപക്ഷെ ഈ കോവിഡ് നമ്മൾ ഇപ്പോൾ കാണുന്ന വിധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ട 2019 ഡിസംബർ, ആ സമയത്ത് രോഗം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ഉയർന്നിരുന്ന ഒരു സംശയമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ബലപ്പെടുന്നത്. അന്ന് തന്നെ ചൈനയിലെ ഏതെങ്കിലും വുഹാനിലൊക്കെ ചൈനയ്ക്ക് ഒട്ടേറെ ജൈവായുധ ഫാക്ടറികളുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു ലാബിൽ നിന്ന് ഒരുപക്ഷെ ഈ വൈറസ് ലീക്ക് ചെയ്തതായിരിക്കാം എന്നുള്ളതായിരുന്നു അന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള സംശയം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സംശയം കൂടുതലായി ബലപ്പെടുന്ന വിധത്തിലാണ് വീക്കെൻഡ് ഓസ്ട്രേലിയയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വീക്കെൻഡ് ഓസ്ട്രേലിയയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ മറ്റൊരു പത്രം കൂടെ, ദ ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന പത്രം കൂടെ ഇതേ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 2019 ഡിസംബറിൽ ഈ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതിനും 5 വർഷം മുൻപ് തന്നെ ഈ ചൈന 2015 ചൈന ഇതേക്കുറിച്ച് ചൈനയിലെ സൈന്യത്തിലെ ശാസ്ത്രജ്ഞരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും ഇതേക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ് പുറത്തുവിട്ടിരുന്നു, ഒരു രേഖ തയ്യാറാക്കിയിരുന്നു. ആ രേഖയിൽ പറയുന്നത് അൺഐഡന്റിഫൈഡ് ഒറിജിൻ ഓഫ് സാർസ് ആൻഡ് ന്യൂ സ്പീഷീസ് ഓഫ് മാൻമെയ്ഡ് വൈറസ് ആസ് ജനറ്റിക് ബയോ വെപ്പൺ എന്നുള്ളതാണ് ആ രേഖയുടെ തലക്കെട്ട് അവർ അന്ന് നൽകിയിരുന്നത്. അതിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, സാർസ് 2 എന്ന് പറയുന്ന വൈറസിനെ, സാർസ് 2 ആണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കൊറോണയുടെ കാരണക്കാരനായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത്. ആ സാർസ് 2 വൈറസിനെ ബയോളജിക്കൽ ബയോ വെപ്പണായിട്ട് ഉപയോഗിക്കാം, മാൻമെയ്ഡ് വൈറസ് ആസ് ജനറ്റിക് ബയോ വെപ്പൺ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. ഇതാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഈ ചൈനയുടെ ഇക്കാര്യത്തിലുള്ള സുരേഷ്, ഈ കോവിഡിന്റെ തുടക്ക കാലഘട്ടം മുതൽ പാശ്ചാത്യ മാധ്യമങ്ങളും ചില രാജ്യങ്ങളടക്കം ചൈന ബോധപൂർവം ഒരു ലാബിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവമെന്നും അത് സ്വാഭാവികമായി ഉണ്ടായതല്ല എന്ന തരത്തിലുള്ള പല തിയറികളും വരുന്നുണ്ട്. ഇപ്പോൾ ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ആ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ ഏതെങ്കിലും തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണോ? 2 കാരണങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, ഈ ചൈനീസ് സേനയിലെ ഈ രേഖ തന്നെ അവർ പുറത്തുവിടുന്നുണ്ട്. ചൈനീസ് രേഖ പുറത്തുവിടുന്ന അതോടൊപ്പം തന്നെ പീറ്റർ ജെന്നിങ്സ്, അദ്ദേഹം ഓസ്ട്രേലിയയിലെ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ചൈന ഇക്കാര്യത്തിൽ കൂടുതൽ ഏജൻസികളെ പഠനത്തിന് വേണ്ടിയിട്ടോ അന്വേഷണത്തിന് വേണ്ടിയിട്ടോ അനുവദിച്ചില്ല? 1. 2, ഈ രേഖ എന്ന് പറയുന്നത് സ്മോക്കിംഗ് എവിഡൻസ് ആണ്. കാരണം ഈ സാർസ് വൈറസിനെ ബയോളജിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കാമെന്ന് ചൈനയുടെ സൈന്യം 2015 തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗവേഷണം നടന്നിരിക്കണം. ആ സമയത്ത് വൈറസ് ലീക്ക് ഔട്ട് ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയത് ചൈന എന്ന് അനുവദിച്ചിരുന്നത് WHO ആയിരുന്നു. WHO ചൈനയും നടത്തിയിരുന്നു. ആ പഠന റിപ്പോർട്ട് 2020 ഫെബ്രുവരിയിൽ 2020 ഫെബ്രുവരിയിൽ പുറത്തു വരുന്നുണ്ട്. ആ 2020 ഫെബ്രുവരിയിൽ പുറത്തു വരുമ്പോൾ അതിൽ 40 പേജുള്ള ആ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്, നമ്മൾ പിന്നീട് അത് കണ്ടതുമാണ്, ഈ ബാറ്റിൽ നിന്ന് അല്ലെങ്കിൽ വവ്വാലിൽ നിന്നുമാണ് ഈ വൈറസ് പടർന്നത് എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് എങ്ങനെ വവ്വാലിലേക്ക് ഈ വൈറസ് എത്തി എന്നുള്ളതാണ് ഇവർ പരിശോധിക്കുന്നത്. കാരണം ഈ വൈറസിന്റെ ഒരു ഒറിജിൻ വേണം, വവ്വാലിൽ എത്തണമെങ്കിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ്. വവ്വാൽ ഒരുപക്ഷെ അതൊരു കാരിയർ മാത്രമായിരിക്കും, ഒറിജിൻ വവ്വാലിലല്ല എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുകയും അവിടെ നിന്ന് വൈറസ് ലീക്ക് ഔട്ട് ആയി ഈ പറയുന്ന വുഹാനിലെ മാർക്കറ്റിലുള്ള വവ്വാലിൽ എത്തുകയും ആ വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, 2019 ഡിസംബറിൽ മനുഷ്യരിൽ ഈ വൈറസ് കണ്ടെത്തുമ്പോൾ തന്നെ ഒരുപക്ഷെ അതിനും 2 മാസം മുൻപ് 2019 ഒക്ടോബറിലായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് പറയുമ്പോൾ 2019 ഒക്ടോബറിൽ ഈ വൈറസ് ലീക്ക് ഔട്ട് ആയി അതിനുശേഷം അത് ഈ പറയുന്ന വവ്വാലിലോ മറ്റ് ഈ മൃഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജീവികളിലോ എത്തി ആ ജീവികളിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തി അത് മനുഷ്യനിൽ ആദ്യമായി ഡിറ്റക്ട് ചെയ്യുന്നതാണ് 2019 ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈന
ഇത്തരത്തിലൊരു ബയോളജിക്കൽ വെപ്പൺ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടി വികസിപ്പിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം ഇത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വീക്കെൻഡ് ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ മാത്രമല്ല, മറ്റ് എല്ലാ ഏജൻസികളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതോട് ചൈനയുടെ ഒരു പ്രതികരണം വന്നിട്ടുമില്ല. ശരി, സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട്, എറണാകുളം ജില്ലകൾക്ക് പുറമെ തൃശ്ശൂരും മലപ്പുറം ജില്ലകളും ആശങ്കയുയർത്തി കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ 4 പഞ്ചായത്തുകൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 70% മുകളിലാണ്. മലപ്പുറം ജില്ലയിൽ 37.25 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിവരങ്ങളുമായി സുവി വിശ്വനാഥും CV അനുമോദുമാണ് ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദെ, കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28 നിൽക്കുമ്പോൾ മലപ്പുറത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതിലും ഉയർന്നതാണ്. ആ ജില്ലയിലെ പൊതുസ്ഥിതി എങ്ങനെയാണ്? വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായിട്ട് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിൽ തുടരുകയാണ്. ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം കുറവുണ്ടായി. 4500 ആയിരുന്നു അതിന് മുൻപത്തെ ദിവസമെങ്കിൽ. ഇന്നലെ 3800-അടുത്തായിരുന്നു. സ്വാഭാവികമായിട്ടും പക്ഷേ ഈ ഒരു കുറവ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാതെ തുടരുന്നു. അത് 35-ന്റെ മുകളിലേക്കൊക്കെ തുടരുന്നു. സംസ്ഥാന ശരാശരിയേക്കാൾ 10%-ഓളമൊക്കെ അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. 92 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായിരിക്കുന്നു. അതുപോലെ തന്നെ നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലവിലുള്ളത്. വലിയ തോതിൽ തന്നെ ഈ ഒരു രോഗവ്യാപനം ആശുപത്രികളുടെ സംവിധാനങ്ങളെ കൂടുതൽ സജ്ജമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ 91 കേന്ദ്രങ്ങളാണ് കോവിഡ് ചികിത്സകൾക്കായിട്ട് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ CFLTസും CSLTസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് മേഖലയിലുള്ള സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ അടിയന്തരമായിട്ട് ഓക്സിജൻ സംവിധാനമുള്ള ചികിത്സാ സൗകര്യം ഒരുക്കുക. അതാണിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു കണക്ക് പ്രകാരമൊക്കെ ജില്ലയിൽ ഓക്സിജന്റെ ലഭ്യത, അതായത് ഓക്സിജൻ ചികിത്സാ സംവിധാനങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വലിയൊരു ഷോർട്ടേജിലേക്ക് ഇതുവരെയ്ക്ക് പോയിട്ടില്ല. എങ്കിൽ പോലും ഇനി ഈ ഒരു തരത്തിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തുടരുകയാണെങ്കിൽ വലിയ തോതിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ കർശനമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫലവും മാറ്റവും ഉണ്ടാകുന്ന ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ കുറച്ച് മാത്രമാണ് പുറത്തിറങ്ങിയത്. മുൻപത്തെ ദിവസത്തേക്കാളൊക്കെ ഇന്നു മുതൽ കുറേ കൂടി ശക്തമായ പരിശോധന എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി സാധാരണഗതിയിൽ ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ വലിയ ആഘോഷം ഉണ്ടാകേണ്ട സമയമാണ്. പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ അവശ്യ സാധനങ്ങൾ ഇപ്പോൾ വിൽക്കുന്ന കടകൾക്ക് തുറന്നു വെക്കാൻ ഇപ്പോൾ അനുമതിയുണ്ട്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ കടകളിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് വരുമോ, അത്തരത്തിലൊരു സാഹചര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നിലാണ് ഇപ്പോൾ കർശനമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇത്രയും അധികം 35% മുകളിൽ തുടരുന്ന ഒരു സാഹചര്യം വലിയ തോതിൽ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ജില്ലയിൽ. ശരി, അനുമോദാണ് മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അവസ്ഥ അതിനേക്കാളും 4 പഞ്ചായത്തുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 70% മുകളിൽ നോക്കിയാൽ 70 പേർക്ക് രോഗമുണ്ട് എന്നാണ് അതിന്റെ. ശരി, നമുക്ക് സുവിയിലേക്ക് പോകാം. അവിടെ നിന്നും സുവി ചേരുന്നുണ്ട്. സുവി, 4 പഞ്ചായത്തിലെ കണക്കുകൾ വളരെയധികം പേടിപ്പിക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. 70% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഈ 4 പഞ്ചായത്തുകളും ഇങ്ങനെ അടുത്ത് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളാണോ അതോ വിവിധ ഭാഗങ്ങളിലുള്ളതാണോ? എങ്ങനെയാണ് ഇവിടങ്ങളിലെ ഒരു പൊതു സാഹചര്യം? പരിശോധനയൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഈ ലോക്ക്ഡൌണിന്റെ 3ാം ദിനവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഒരു പൊതു സാഹചര്യം കൂടി. തൃശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അതിതീവ്ര വ്യാപനമുള്ള ജില്ലയാണ് തൃശൂർ ജില്ല. ഇവിടെ ഒരു നഗരസഭയിലും അതുപോലെ തന്നെ 3 പഞ്ചായത്തുകളിലുമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ വളരെയധികം ഉയർന്നു കാണുന്നത്. ജില്ലയുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.32% ഇന്നലെ വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ 3 പഞ്ചായത്തുകളിലും നഗരസഭയിലും 70% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നത് അല്പം ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. 83.33% അതിരപ്പള്ളി പഞ്ചായത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇത് ചൊവ്വല്ലൂരിലേക്ക് എത്തുമ്പോൾ 72% എത്തുന്നു.
തുടർന്ന് കടപ്പുറം പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ 70% എത്തുന്നു. ഗുരുവായൂർ നഗരസഭയിൽ 60% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒപ്പം തന്നെ 9 പഞ്ചായത്തുകളിൽ 50% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ എല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിരപ്പള്ളിയുടെ ആദിവാസി മേഖലകളിലേക്ക്, അവിടെയും ആദിവാസി മേഖലകളിലും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയും അവിടേക്ക് കൂടുതൽ വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റ് ഇടങ്ങളിൽ അതുപോലെ തന്നെ വാക്സിനേഷൻ ഇന്നും ജില്ലയിൽ തുടരും. 4000 ഡോസ് വാക്സിൻ മാത്രമാണ് ജില്ലയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് 35,000-ഓളം വാക്സിനാണ് തൃശൂർ പ്രതിദിനം ആവശ്യമുള്ളത്. ആ സാഹചര്യത്തിലാണ് 4000 ഡോസ് വാക്സിൻ മാത്രം ലഭിക്കുന്നത്. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ, ഏതാണ്ട് ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഈ വാക്സിൻ തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നീട് എത്തിക്കുമ്പോൾ മാത്രമാണ് അടുത്ത സെറ്റ് വാക്സിൻ ലഭ്യമാകുന്നത് എന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലയിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോവിഡ് ഒപികൾ, മെഡിക്കൽ കോളേജിലെ ഒപികൾ കോവിഡ് ഒപികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടിയും തൃശൂർ ജില്ലയിൽ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സുവിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വാക്സിൻ നയത്തിൽ സുപ്രീം കോടതി ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. തുല്യത ഉറപ്പാക്കുന്നതാണ് വാക്സിൻ നയം. സംസ്ഥാനങ്ങൾക്ക് ഒരേ വില ഉറപ്പാക്കി, അതുകൊണ്ട് തന്നെ വിലയിലെ വ്യത്യാസം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണ് എന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഇന്നത്തെ നോമ്പ് തുറ സമയം. In association with അക്ഷരത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. എന്തായാലും റമദാനുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മതസൗഹാർദ്ദത്തെയും റമദാൻ വ്രതത്തെയും പ്രകീർത്തിച്ച് നിത്യേനയുള്ള സംഗീതോപാസന സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ചലച്ചിത്ര സംഗീത സംവിധായകൻ വാഴമുട്ടം ചന്ദ്രബാബുവാണ് വ്രതനാളുകളിൽ ഗാനം ആലപിക്കുന്നത്. മതസൗഹാർദ്ദത്തെ പ്രകീർത്തിച്ചുള്ള വരികളാണ് ചന്ദ്രബാബുവിന്റെ ഈണത്തിലും ആലാപനത്തിലും നിറയുന്നത്. റമദാൻ വ്രതത്തിന്റെ ആദ്യ 15 നാളുകളിൽ സ്വയം രചിച്ച കീർത്തനങ്ങളാണ് ചന്ദ്രബാബു സംഗീതം നൽകി ആലപിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പൂവച്ചൽ ഖാദർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പനച്ചമൂട് ഷാജഹാൻ അടക്കമുള്ളവരുടെ രചനകളാണ് കീർത്തനങ്ങളാക്കി സംഗീതാർച്ചന നടത്തുന്നത്. സംഗീതം ലോകഭാഷയാണെന്നും അത് ഒരു മതത്തിൻ്റെ ചുറ്റുപാടിലുള്ളതല്ലെന്നും എല്ലാ മതക്കാർക്കും ഒന്നുപോലെ ആസ്വാദ്യകരമാവണമെന്നും അവരവരുടെ ദൈവത്തിൻ്റെ സംഗീതത്തിലൂടെ ശാസ്ത്രീയമായിട്ടും അത് പാടണമെന്നും ഉള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇത് കമ്പോസ് ചെയ്യുന്നത്. കീർത്തനങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. ചന്ദ്രബാബുവിന്റെ സംഗീതോപാസന ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. റമദാന്റെ 30 ദിവസങ്ങളിലും സംഗീതാർച്ചന നടത്തുന്ന ചന്ദ്രബാബുവിനെ അഭിനന്ദിച്ച് പ്രമുഖർ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തൃശൂർ കൊടകരയിൽ ദേശീയ പാർട്ടിയുടെ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. കുഴൽപ്പണ കവർച്ചയോടൊപ്പം കേസിലെ അന്തർ സംസ്ഥാന ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും സംഘം അന്വേഷിക്കും. തൃശൂർ റേഞ്ച് DIG A. അക്ബറിന്റെ മേൽനോട്ട ചുമതലയിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP സോജൻ ജോസും അഡീഷണൽ SP ബിജുമോനും ഉൾപ്പെടെ 7 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. DYSP VK രാജുവിനാണ് അന്വേഷണ നേതൃത്വം. 25 ലക്ഷം രൂപയും വാഹനവും നഷ്ടപ്പെട്ടുവെന്നാണ് പരാതിയെങ്കിലും
3.5 കോടി രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ദേശീയ പാർട്ടിയുടെ പണമാണോ എന്നും തെരഞ്ഞെടുപ്പിനു വേണ്ടി കേരളത്തിൽ എത്തിച്ചതാണോ എന്നും പ്രത്യേക സംഘം അന്വേഷിക്കും. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇതേ രീതിയിൽ പണം എത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും പ്രത്യേക സംഘത്തിന്റെ ചുമതലയാണ്. പണം നൽകിയ RSS പ്രവർത്തകൻ ധർമ്മരാജൻ 3.5 കോടി രൂപ നഷ്ടപ്പെട്ടതായി സമ്മതിച്ചിട്ടുണ്ട്. ഇത് യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായക് നൽകിയതാണെന്നും ധർമ്മരാജൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവർക്കും BJPയിലെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഇരുവരെയും പ്രത്യേക സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ഇവരും പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല. DIGയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ കേസിന്റെ വിശദാംശങ്ങളും രേഖകളും പഴയ അന്വേഷണ സംഘം പ്രത്യേക സംഘത്തിന് കൈമാറും. ന്യൂസ് 18 തൃശൂർ. ഈ ലോക്ക്ഡൗൺ കാലത്ത് 2 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും ആ തണ്ണിമത്തൻ കൃഷിയുടെ വില ഇടനിലക്കാർ നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി അത് കച്ചവടം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കാണാം. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ഇരുവൃക്കകളും തകരാറിലായതോടെ ജീവിതം വഴിമുട്ടിയ ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മലപ്പുറം വണ്ടൂർ പഞ്ചായത്തിലെ കാരാട് കരിമ്പിൻതൊടി കുഴിവള്ളി സുരേന്ദ്രനാണ് ദുരിത ജീവിതം നയിക്കുന്നത്. കുടുംബത്തെ സഹായിക്കാൻ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് സുരേന്ദ്രന്റെ കുടുംബം. പഞ്ചായത്തിൽ നിന്നു ലഭിച്ച 3 സെന്റ് ഭൂമിയും വീടുമാണ് ആകെയുള്ള സമ്പാദ്യം. നിത്യേനയുള്ള കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലൂടെയായിരുന്നു സുരേന്ദ്രൻ കുടുംബം പോറ്റിയിരുന്നത്. എന്നാൽ അസുഖം കാരണം ജോലിക്ക് പോവാൻ കഴിയാതെ വന്നതോടെ ചികിത്സാ ചെലവും കുടുംബത്തിന്റെ നിത്യേനയുള്ള ചെലവും ചോദ്യചിഹ്നമായി. ഇതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. പഞ്ചായത്ത് അംഗങ്ങളായ P ഗണപതി, P ഷൈനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കോവിഡ് പശ്ചാത്തലത്തിൽ കടകളോ വീടുകളോ കയറിയിറങ്ങി പണം സ്വരൂപിക്കാൻ കഴിയാത്തതിനാൽ സുമനസ്സുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം അയക്കണമെന്ന് വാർഡ് മെമ്പർ P ഷൈനി പറഞ്ഞു. ഡയാലിസിസിലൂടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ഇതിനു മാത്രമായി മാസത്തിൽ 25,000 രൂപ ചെലവ് വരും. വൃക്ക മാറ്റിവയ്ക്കാൻ വലിയ തുക ആവശ്യമായി വരുമെന്നതിനാൽ കരുണയുള്ളവർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 മലപ്പുറം. വസ്ത്രങ്ങളിൽ പുതിയ പരീക്ഷണം നടത്തുന്ന ധാരാളം തയ്യൽക്കാരുണ്ട്. അങ്ങനെ ഒരു തയ്യൽക്കാരനെയാണ് നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ മോഡലോ പാകിസ്ഥാൻ മോഡലോ അഫ്ഗാനിസ്ഥാൻ മോഡലോ ഏത് മോഡൽ തുണിത്തരം തയ്ക്കണോ അതിനെല്ലാം ഒരാളുണ്ട്. കാസർഗോഡ് ഉപ്പളയിലാണ് മണിമുണ്ടയിലാണ് ഈ വ്യത്യസ്തനായ ടൈലർ തുണിത്തരങ്ങൾ തയ്ക്കുന്നത്. തയ്ക്കേണ്ട തുണികൾ മുന്നിൽ വെച്ച് തന്നെ തുന്നിത്തരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനുകൾ. മണിമുണ്ടയിലാണ് ടൈലർ അബൂബക്കർ ഉള്ളത്. നാട്ടിൽ അബ്ബാഭായ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം അരനൂറ്റാണ്ടിലേറെയായി തയ്യൽ മേഖലയിൽ സജീവമാണ്. ഉത്തരേന്ത്യൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായ പാഡൻ ഡ്രസ്, കുർത്ത, പൈജാമ, ടോപ്പ്, ഇബ തുടങ്ങിയവയാണ് തയ്ക്കുന്നത്. തന്തൂർ വസ്ത്രങ്ങൾ തുന്നുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. 1970-ൽ പിതാവിൽ നിന്നുമാണ് തയ്യൽ പഠിച്ചത്. കുറേക്കാലം സൗദി അറേബ്യയിലും തന്റെ വൈദഗ്ധ്യം പയറ്റി. കുന്താപുരം, സൂറത്കൽ, ഭട്കൽ, മുംബൈ തുടങ്ങിയിടങ്ങളിൽ നിന്ന് പോലും ആളുകൾ വസ്ത്രം തയ്പ്പിക്കാനായി ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമായിരുന്നു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു. എൻ്റെ ഈ ടൈലറിംഗ് തുന്നിക്കാൻ സ്റ്റിച്ചിങ് കർണാടക, കേരള ആ സൈഡിൽ നിന്നുള്ള കുറേ ആൾക്കാരെല്ലാം വരുത്തുണ്ട്. ഇപ്പം നമ്മൾ എവരിട്ട് ചെല്ലെങ്കിൽ വെറും കന്തൂര, കുർത്ത പൈജാം, തോപ്പ്, ഇബ ഇങ്ങനത്തെ എല്ലാം. നിരവധി പേർക്ക് സൗജന്യമായി തയ്യൽ ജോലി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അബൂബക്കർ. ഒരു അന്തർ സംസ്ഥാന സെലിബ്രിറ്റി എന്ന നിലയിലും അബ്ബാഭായുടെ ജീവിതം ഇപ്പോഴും ആഡംബരമില്ലാതെ തുടരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. എന്തായാലും ന്യൂസ് 18 ഗുഡ് മോർണിംഗിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നും വരുന്ന വാർത്തകൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ്. ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ്. എന്തായാലും ഇന്നത്തെ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.